बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा बरखुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയാണ് നമ്മുടെ ആ ഉറുദുവിന്റെ എക്സാം. വളരെ അടിപൊളിയായിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 100% നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ മക്കളും ശ്രദ്ധയോടുകൂടി നിന്നോളൂ. നോക്കാം. യെസ്, ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കവിതയുടെ വരി തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ വരികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് അതിൽ നിന്നും ചോദിച്ചത് നോക്കാം. അശാർ കോർസെ ബടിയെ, ഈ വരികൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഷീർ നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആ വായിച്ച് മനസ്സിലാക്കുക. ഇൻമേ ചന്ദ് പൈതാവറോം കെ നാം ഹൈ, ഇതിൽ കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ടോ ഇസ് തരയ്ക്ക് പൈതാവറോം കി ഫഹ്റസ്ത് തയ്യാർ കീജിയേ, അതിൽ നിന്നും ആ ഉൽപ്പന്നങ്ങളുടെ ഒരു പട്ടിക നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. ഉൽപ്പന്നങ്ങളുടെ പേരുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ക്രോഡീകരിച്ച് എഴുതി വെക്കണം. അതേപോലെ കിസി ഏക് പൈതാവർ പർ നോട്ട് തയ്യാർ കീജിയേ, നമ്മൾ എഴുതിയ ആ കവിതയിൽ വരികളിൽ നിന്നും കണ്ടെത്തിയ ഉൽപ്പന്നത്തിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും അല്ലേ. റെഡിയല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തോളൂ, ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് എത്തരത്തിൽ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ പൈതാവറോം കെ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങളുടെ പേരാണ് അല്ലെ. ഉൽപ്പന്നങ്ങളുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ പൈതാവർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളാണ് അല്ലേ, അത് നമ്മൾ കണ്ടു. അപ്പൊ കെ നാം, അപ്പൊ ഉൽപ്പന്നങ്ങളുടെ പേര്. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ എഴുതാം അല്ലെ. ചായ് അല്ലെ, ടീ, അതേപോലെ കാഫി കോഫിയാണ്, അതേപോലെ നാരിയൽ കോക്കനട്ട് ആണ്, അതേപോലെ സുപ്പാരി എന്ന് പറഞ്ഞാൽ അരേഖനട്ട് ആണ് അല്ലേ, അതേപോലെ അടക്കയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ എത്തരത്തിലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ഈ വരികളിൽ നിന്നും കണ്ടെത്താനാ പറഞ്ഞത്. നാരിയൽ അവിടെ ഉണ്ട് അല്ലെ, സുപ്പാരി അവിടെ ഉണ്ട്, അതേപോലെ ചായ് അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തി. പിന്നെ അതല്ലാതെ നമ്മൾ ഒന്നും കൂടി എന്ത് എഴുതു, നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ. കാഫി അല്ലെ, കോഫിയും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അറിയുന്ന ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പട്ടികയായിട്ട് നമ്മൾ എഴുതിയല്ലോ. അപ്പൊ ചായ, കാഫി, നാരിയൽ, ഒരു സുപ്പാരി, സെറ്റ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി. അപ്പൊ ഇതേ പോലെയായിരിക്കും നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ വരുന്നത്. ഒരു ആക്ടിവിറ്റിയിൽ നിന്നും എ ബി സി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. ചില ആക്ടിവിറ്റിയിൽ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, ചില ആക്ടിവിറ്റിയിൽ 2 ഉണ്ടാവും, ചില ആക്ടിവിറ്റിയിൽ 3 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പൈതാവറോം കെ നാം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതിൽ നിന്നും ഏതെങ്കിലും എത്രണ്ണാണോ നിങ്ങളോട് ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ നിന്നും എഴുതുന്നു. അപ്പൊ ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് സെറ്റായി കിട്ടിയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമ്മളോട് പറഞ്ഞൊരു ചോദ്യം കൂടി എന്താണ്, കിസി ഏക് പൈതാവർ പർ നോട്ട് തയ്യാർ കീജിയെ, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കണം. ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ആ ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എത്തരത്തിൽ എഴുതാം. അപ്പൊ നമ്മൾ ചായനെ കുറിച്ച് എഴുതാം അല്ലെ. ചായനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ എഴുതാം. കേരളാക്കി പഹാടി ഇലാക്കെ ജൈസെ മൂന്നാർ चाय की पैदावार के लिए मशहूर है. ये കേരള की പഹാടി ഇലാക്കെ ജയ്സെ അല്ലേ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ അല്ലേ, മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിൽ ചായ് പൈതാവർ അല്ലേ, ചായ് പൈതാവർ പൈതാവർ के लिए മഷ്ഹൂർ ഹൈ അല്ലേ. ചായ ഉൽപ്പന്നത്തിൽ, അതായത് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിൽ പ്രസിദ്ധമാണ് മൂന്നാർ അല്ലേ. അപ്പൊ ഇത്തരത്തിൽ എഴുതി. അപ്പൊ കേരളത്തിലെ ആ പർവ്വത പ്രദേശങ്ങളിൽ വെച്ച് മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ചായ ഉൽപ്പന്നങ്ങൾ, അതായത് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഉൽപ്പന്നത്തെക്കുറിച്ച്, ചായയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, എഴുതി അല്ലേ. ഇനി നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ മറ്റെന്തിനെങ്കിലും കുറിച്ചാണ് നിങ്ങൾക്ക് എഴുതാം. കാഫിയെ കുറിച്ച് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തരത്തിൽ എഴുതാം എന്നുള്ളത് നോക്കാം അല്ലെ. റിയാസത്തി കേരള കി കാഫി ബി ബഹുത്ത് മഷ്ഹൂർ ഹേ അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്, കേരള സംസ്ഥാനത്തിന്റെ കാപ്പിയും ബഹുത്ത് മഷ്ഹൂർ ഹേ, വളരെയധികം പ്രസിദ്ധമാണ് അല്ലെ. വളരെയധികം എന്താണ്, പ്രസിദ്ധമാണ്, വളരെയധികം പ്രസിദ്ധമാണ് അല്ലേ, പ്രസിദ്ധമാണ് അല്ലേ. ചായ പോലെ എന്താണ്, കാഫിയും കേരള സംസ്ഥാനത്തിൻ്റെ കാഫിയും വളരെ പ്രത്യേകതയുള്ളതാണ്, വളരെ പ്രസിദ്ധമാണ് എന്ന് പറയുന്നു. ഇനി നമ്മോട് പറയുന്നത് എന്താ, ഖാസ് തൗർ പർ വയനാട് കെ
ഇലാക്കെ ഹൈ അല്ലേ, പ്രത്യേകമായിട്ട് വയനാട് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ കാഫി. അപ്പൊ ഖാസ് തോർ പർ വയനാട് കെ ഇലാക്കെ ഹൈ അല്ലേ, വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ട് വയനാട് മേഖലയിലാണ് എന്ത് കാണുന്നത്, കാഫി കാണുന്നത് അല്ലേ. നിങ്ങളൊക്കെ പോയിണ്ടാവും, കാപ്പിത്തോട്ടത്തിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകും അല്ലേ, അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ പകർത്തിയതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ പേരുകൾ ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. അതേപോലെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള വാക്കുകളും ഇതിലേക്ക് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ നാളത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ മക്കളും എഴുതൂലേ, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉത്തരം കണ്ടെത്തി എഴുതൂലേ. സെറ്റ് അല്ലടാ മക്കളെ? യെസ്, റെഡി അല്ലേ? അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.